പ്രതീകാത്മകതയുടെയും നിഗൂഢതയുടെയും ദൈവശാസ്ത്രപരമായ പ്രാധാന്യത്തിൻ്റെ പാളികൾ നിറഞ്ഞ ബൈബിളിലെ ഏറ്റവും കൗതുകകരവും നിഗൂഢവുമായ കഥകളിലൊന്നാണ് ബാബേൽ ഗോപുരം. ഉൽപ്പത്തി 11:1 തൊട്ട് 9 കാണപ്പെടുന്നത് സ്വർഗത്തിലെത്തുന്ന ഒരു ഗോപുരം പണിയുള്ള മനുഷ്യരാശിയുടെ ശ്രമത്തിൻ്റെ കഥ പറയുന്നു. അത് ആത്യന്തികമായി ദൈവിക ഇടപെടലിലേക്കും ആളുകളെ ചിതറിപ്പോകലിലേക്കും ഭാഷകളുടെ ആശയക്കുഴപ്പത്തിലേക്കും നയിക്കുന്നു. ഉപരിതലത്തിൽ ഇത് മനുഷ്യന്റെ അഭിമാനത്തെയും ദൈവിക വിധിയെക്കുറിച്ചുള്ള ഒരു കഥയാണെങ്കിലും ദൈവശാസ്ത്രജ്ഞരെയും ചരിത്രകാരന്മാരെയും പണ്ഡിതന്മാരെയും ആകർഷിക്കുന്ന ഇരുണ്ടതും ആഴമേറിയതുമായ രഹസ്യങ്ങൾ ബാബേൽ ഗോപുരത്തിൽ അടങ്ങിയിരിക്കുന്നു. നിമ്രോദിന്റെ രൂപവുമായി ബന്ധപ്പെടുത്തുമ്പോൾ കഥ കൂടുതൽ സങ്കീർണവും നിഴൽനിറഞ്ഞതുമായ രഹസ്യവും കൈക്കൊള്ളുന്നു. ബാബേൽ ഗോപുരം പുരാതന മെസൊപ്പൊട്ടേമിയയിലെ സിഗാരറ്റുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മതപരമായ ആവശ്യങ്ങളായി നിർമ്മിച്ച കൂറ്റൻ സ്റ്റെപ്പ് ഘടനകൾ ഈ സിഗാരറ്റുകൾ ദൈവങ്ങളുടെ ക്ഷേത്രങ്ങളായി വർത്തിച്ചു. പലപ്പോഴും മുകളിൽ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു. അതിനാൽ ബാബേൽ ഗോപുരത്തിന്റെ കഥ സ്മാരക വസ്തുവിദ്യയുടെയും മനുഷ്യരാശിയുടെ ചരിത്രപരമായ ആകർഷണത്തെയും ഭൂമിക്കും ദൈവത്തിനും ഇടയിലുള്ള ഒരു പാലമായി അതിന്റെ ഉപയോഗത്തെയും പ്രതിഫലിച്ചേക്കാം. ബാബേൽ ആഖ്യാനം ചരിത്ര സ്മരണയിൽ വേരൂന്നിയതാണെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഒരുപക്ഷെ ബാബിലോണിലെ എറ്റുമനാങ്കി സുഗുറാത്തിന്റെ മഹത്വത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരിക്കാം. എന്നിരുന്നാലും ബൈബിളിലെ ബാബേൽ ചിത്രീകരണം ഈ വസ്തുവിദ്യാ വിസ്മയത്തെ ഒരു മുന്നറിയിപ്പ് കഥയാക്കി മാറ്റുന്നു. ആഴത്തിലുള്ള ആത്മീയവും പ്രതീകാത്മകവുമായ അർത്ഥം ഉൾക്കൊള്ളുന്നു. ഹാമിലൂടെ നോഹയുടെ പിൻഗാമിയായി നിമ്രോദ് ഒരു ശക്തനായ വേട്ടക്കാരനും ബാബേൽ ഉൾപ്പെടെ നിരവധി നഗരങ്ങളുടെ സ്ഥാപകനുമായി ഉൽപ്പത്തി 10:8 തൊട്ട് 10 അവതരിപ്പിക്കപ്പെടുന്നു. ബൈബിളിൽ അവന്റെ പേര് ഹ്രസ്വമായി മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ എങ്കിലും യഹൂദ ബൈബിളിന് പുറത്തുള്ള പാരമ്പര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ വിപുലീകരിക്കുന്നു. അവനെ ഒരു വിമതനും സ്വേച്ഛാധിപതിയുമായി നേതാവായി ചിത്രീകരിക്കുന്നു. നിമ്രോദ് പലപ്പോഴും ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യരാശിയുടെ ദൈവത്തെ ധിക്കരിക്കുന്നതിന്റെ പിന്നിലെ പ്രേരക ശക്തിയായി ഇവനെ കാണുന്നു. ഈ പാരമ്പര്യങ്ങളിൽ നിമ്രോദ് മനുഷ്യ അഹങ്കാരത്തിന്റെയും മത്സരത്തിന്റെയും പ്രതീകമായി ചിത്രീകരിക്കുന്നു. ആകാശത്തിലെത്തുന്ന ഒരു ഗോപുരം പണിയാനുള്ള അവന്റെ ആഗ്രഹം ദൈവിക അധികാരത്തെ വെല്ലുവിളിക്കാനും ദൈവത്തെ പോലെയാകാനുള്ള രൂപമായി സ്വയം സ്ഥാപിക്കാനും വ്യാഖ്യാനിക്കപ്പെടുന്നു. തന്റെ മത്സരത്തിനുള്ള ഒരു വേദിയായി ഗോപുരം ഉപയോഗിച്ച് നിമ്രോദ് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ശ്രമമാണെന്ന് ചില വൃത്താന്തങ്ങൾ പോലും സൂചിപ്പിക്കുന്നു. ഫറവോനും എതിർക്രിസ്തു പോലുള്ള ദൈവത്തെ എതിർക്കുന്ന മറ്റ് ബൈബിൾ കണക്കുകളുടെ ഒരു മുൻഗാമിയായി ഈ ചിത്രം നിമ്രോദിനെ നിർത്തുന്നു. ബാബേൽ ഗോപുരത്തിന്റെ പ്രധാന തീമുകളൊന്ന് മനുഷ്യന്റെ അഹങ്കാരവും അഭിലാഷവുമാണ്. ഗോപുരത്തിലെ നിർമ്മാതാക്കൾ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ സ്വയം ഒരു ഗോപുരം പണിയുന്നു, സ്വർഗത്തിലെത്തുന്ന ഒരു ഗോപുരം. അങ്ങനെ നമുക്ക് സ്വയം ഒരു പേരിലേക്ക് അവർ പറയുന്നു. ദൈവത്തെ കൂടാതെ മഹത്വം നേടാനുള്ള അവരുടെ ആഗ്രഹം ഈ പ്രസ്താവന വെളിപ്പെടുത്തുന്നു. ദിവ്യ അധികാരം പഴയപടിയാക്കാനും സൃഷ്ടാവിൽ നിന്നും സ്വാതന്ത്ര്യം സ്ഥാപിക്കാനും ആകാശത്തിലെത്താനുള്ള അഭിലാഷം ആഭരണങ്ങളുടെ പ്രതീകത്തെ പ്രതീകപ്പെടുത്തുന്നു. സ്വയം ഉന്നതയ്ക്കുള്ള ഈ ഇരുണ്ട ആഗ്രഹം ലൂസിഫറിന്റെ കാലത്ത് പ്രതിധ്വനിക്കുന്നു. അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറാൻ ശ്രമിച്ചു. യെശയ്യാവ് 14:13-14 പറയുന്നു. അഭിലാഷത്തിന്റെ അപകടവും ദിവ്യ അതിരുകൾ മറികടക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തിയുമാണിത്. ഈ പദ്ധതിയുടെ നേതാവായി നിമ്രോദിനെ കണക്കാക്കുമ്പോൾ അവന്റെ റോൾ പ്രതീകാത്മകതയെ ശക്തമാക്കുന്നു. മറ്റുള്ളവരെ മത്സരത്തിലേക്ക് നയിക്കാനുള്ള അധികാരം ഉപയോഗിക്കുന്ന ശക്തനായ ഒരു ഭരണാധികാരിയുടെ രൂപമായി നിമ്രോദ് പ്രതിനിധീകരിക്കുന്നു. നമുക്ക് മത്സരിക്കാമെന്ന് അർത്ഥമാക്കുന്ന അവന്റെ പേര് ധിക്കാരവും അധികാരത്തിന്റെ പരിശ്രമവും അപഹരിക്കപ്പെടുന്നു. ബാബേൽ ഗോപുരവും നിമ്രോദും ചരിത്രത്തിലുടനീളം നിരവധി നിഗൂഢവും നിഗൂഢമായ വ്യാഖ്യാനങ്ങൾക്കും പ്രചോദനമായിട്ടുണ്ട്. ചില ഗോപുരത്തെ മനുഷ്യവാസ്തയുടെ രൂപമായി വീക്ഷിക്കുന്നു. ഈ ബോധത്തിന്റെ വിഘടനത്തെയും ആത്മീയ ഐക്യത്തിന്റെ നഷ്ടത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഈ വീക്ഷണത്തിൽ മനുഷ്യരാശിയുടെ വിഭജനത്തിലേക്കും ഭൗതികതയിലേക്കും ഇറങ്ങിച്ചെല്ലുന്നത് ദൈവിക സത്യത്തിൽ നിന്നും കൂടുതൽ അകന്നു പോകുന്നതിനെയും ഇത് കണക്കാക്കപ്പെടുന്നു. നിമ്രോദ് പ്രത്യേകിച്ച് നിഗൂഢ പാരമ്പര്യങ്ങളുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. ബാബിലോണിയൻ പുരാണങ്ങളിലെ മർദൂക്ക് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഐതിഹ്യത്തിലെ ഓസിരിസ് പോലുള്ള പിൻകാല ദേവതകൾക്ക് പുരാണ കഥാപാത്രങ്ങൾക്കും അവനൊരു പ്രോട്ടോടൈപ്പായിരിക്കുന്നുവെന്ന് ചില സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ബന്ധങ്ങൾ മനുഷ്യധികാരത്തിന്റെ പ്രതീകമായും രാഷ്ട്രീയവും മതപരവുമായ ശക്തികളുടെ കൂടിച്ചേരലെന്ന നിലയിലുള്ള നിമ്രോദിന്റെ പങ്കിനെ എടുത്തു കാണിക്കുന്നു. കബാലിസ്റ്റിക് പാരമ്പര്യത്തിൽ ബാബേൽ ഗോപുരം ചിലപ്പോൾ ബിനയുടെ സെഫീറയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
അത് ധാരണയും ഘടനയും പ്രതിനിധീകരിക്കുന്നു. ഭാഷയിലും ആശയവിനിമയത്തിലും കഥയുടെ ഊന്നൽ സൃഷ്ടിയുടെ അടിസ്ഥാനമായ പദത്തിന്റെയായ നിഗൂഢമായ ആശയങ്ങളുമായി പ്രതിധ്വനിക്കുന്നു. ഭാഷകളുടെ ആശയക്കുഴപ്പം ദൈവിക വചനത്തിൽ യോജിപ്പിന്റെ വിഘ്നമായി കാണാവുന്നതാണ്. പുതിയ നിയമത്തിലെ പെന്തക്കോസ് വിവരണത്തിൽ പ്രതിധ്വനി കണ്ടെത്തുന്ന ഒരു പ്രമേയം പരിശുദ്ധാത്മാവിലെ ഐക്യം സാധ്യമാക്കിക്കൊണ്ട് ഭാഷകളുടെ ദാനം ബാബേൽ ശാപത്തെ മാറ്റുന്നു. ഗോപുര നിർമ്മാണത്തിലേക്കുള്ള ദിവ്യ പ്രതികരണം നിർണായകവും നിഗൂഢവുമാണ്. ദൈവം അവരുടെ ഐക്യം പരാമർശങ്ങളും നിരീക്ഷിക്കുന്നു. അവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒന്നും അവർക്ക് അസാധ്യമല്ലായിരുന്നു. ഭാഷയുടെ ലക്ഷ്യത്തിന്റെയും ഐക്യം മനുഷ്യത്വത്തെക്കുറിച്ചുള്ള അത്ഭുതപൂർവമായ ശക്തി നൽകി എന്നാണ് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. അവരുടെ ഭാഷയെ ആശയക്കുഴപ്പത്തിലാക്കി ഭൂമിയിലുടനീളം ചിതറിച്ച് മനുഷ്യരുടെ അഹങ്കാരത്തെയും തടയുന്നതിനുള്ള ഒരു മാർഗമായി ദൈവം അവരുടെ പദ്ധതികളെയും വൈദിധ്യത്തെയും അവതരിപ്പിക്കുന്നു. കഥയുടെ ഈ വശം അഗാധമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ശിക്ഷയുടെ ഒരു പ്രവൃത്തിയാണോ അതോ കൂടുതൽ തിന്മയെ തടയുന്നതിനുള്ള ഒരു സംരക്ഷണ നടപടിയാണോ? ഭാഷയുടെ ആശയക്കുഴപ്പം പലപ്പോഴും ശാപമായി കാണാം. എന്നിട്ടും ഇത് സാംസ്കാരിക വൈദഗ്ധ്യത്തിനു വേണ്ടി നാഗരികതയുടെ വ്യാപനത്തിനും ഒരു ഉത്തേജകമായി പ്രവർത്തിക്കുന്നു. ഈ ദൈവത്വ ദൈവത്തിന്റെ പ്രവൃത്തികളുടെ സങ്കീർണതയും ന്യായവിധിയും കരുണയും തമ്മിലുള്ള നിഗൂഢമായ അന്തർദേശീയതയെ പ്രതിഫലിപ്പിക്കുന്നു. ചരിത്രത്തിലുടനീളം ബാബേൽ ഗോപുരം നിരവധി നിഗൂഢവും നിഗൂഢ ആലോചന വ്യാഖ്യാനങ്ങളും പ്രചോദിപ്പിച്ചു. ചിലർ ഇത് മനുഷ്യന്റെ അവസ്ഥയ്ക്കായി ഒരു രൂപമായി കാണുന്നു. ബോധത്തിന്റെ വിഘടനത്തിന്റെയും ആത്മീയ ഐക്യത്തിന്റെ നഷ്ടത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഈ കാഴ്ചപ്പാടിൽ ആളുകളെ ചിതറിക്കൽ അതേപോലെ ദിവ്യസത്യത്തിൽ നിന്നും കൂടുതൽ അകന്നുപോകുന്നു എന്ന് വേണേലും പറയാം. കബലിസ്റ്റിക് പാരമ്പര്യത്തിൽ ബാബേൽ ഗോപുരം ചിലപ്പോൾ ഹിനയെ പ്രതിനിധീകരിക്കുന്നു. ഹിനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ധാരണയും ഘടനയും പ്രതിനിധീകരിക്കുന്നു. ഭാഷയ്ക്കും ആശയവിനിമയത്തിനും കഥയുടെ മുന്നിൽ സൃഷ്ടിയുടെയോ ആയ രഹസ്യ ആശയങ്ങളോടും സൃഷ്ടിയുടെ അടിത്തറയായി പ്രതിധ്വനിക്കുന്നു. ചില വ്യാഖ്യാനങ്ങൾ അവനെ പ്രകൃതിയിൽ മാത്രമല്ല മനുഷ്യരാശിയിലും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ശക്തനായ വേട്ടക്കാരന്റെ ആദിരൂപമായി ബന്ധിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ നിമ്രോദിന്റെ കലാപം ഭൗമിക ശക്തിയും ദൈവിക അധികാരവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പ്രതീകമായി മാറുന്നു. ഇത് പല ആത്മീയ പാരമ്പര്യങ്ങളിലും വർത്തിക്കുന്നു. ആധുനിക കാലത്ത് ബാബേൽ ഗോപുരം ശക്തമായൊരു പ്രതീകമായി തുടരുന്നു. ഇത് സാങ്കേതികവും ശാസ്ത്രീയവുമായ ഹബ്രിസിന്റെ അപകടങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജനിതക എഞ്ചിനീയറിംഗ്, ബഹിരാകാശ പരിവേഷണം എന്നിവയിലെ പുരോഗതിയുടെ മാനവികത ഒരിക്കൽ കൂടി ആകാശത്തിലെത്താനും സാധ്യമായതിന്റെ അതിരുകൾ മറികടക്കാനും ശ്രമിക്കുന്നു. അത്തരം അഭിലാഷങ്ങൾക്കൊപ്പമുള്ള ധാർമ്മികവും ആത്മീയവുമായ ഉത്തരവാദിത്വങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി ബാബേൽ കഥ പ്രവർത്തിക്കുന്നു. നമ്മുടെ അന്വേഷണങ്ങൾ ദൈവിക ഉദ്ദേശമായി യോജിച്ചതാണോ അതോ സ്വാർത്ഥ ലക്ഷണങ്ങളാൽ നയിക്കപ്പെടുന്നതാണോ എന്ന് ചിന്തിക്കാൻ അത് നമ്മെ വെല്ലുവിളിക്കുന്നു. മാത്രമല്ല, ആഗോളവൽക്കരണ ലോകത്ത് ഭാഷപരവും സാംസ്കാരികമായി വൈദഗ്ധ്യത്തിന്റെ പ്രമേയം വളരെ പ്രസിദ്ധമാണ്. ബാബേലിലെ ഭാഷകളുടെ ആശയക്കുഴപ്പം പലപ്പോഴും ഒരു ശാപമായി കണക്കാക്കപ്പെടുമ്പോൾ അത് മനുഷ്യന്റെ സർഗാത്മകതയുടെ സമ്പന്നതയും നാനാത്വത്തിൽ ഏകത്വത്തിനുള്ള സാധ്യതയും അടിവരയിടുന്നു. അഹങ്കാരത്തിന്റെയും ചതിക്കുഴികളിൽ വീഴാതെ മനുഷ്യരാശിക്ക് എങ്ങനെ ഭിന്നിപ്പുകളെ തരണം ചെയ്യാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയുന്നതിനെക്കുറിച്ചുള്ള ചിന്താഗതിയെ ഈ കഥ ക്ഷണിക്കുന്നു. ബാബേൽ ഗോപുരം മനുഷ്യന്റെ അതിര് കടന്നതിന്റെയും ദൈവിക ശിക്ഷയുടെ ലളിതമായ കഥയേക്കാൾ വളരെ കൂടുതലാണ്. നിമ്രോദിന്റെ രൂപത്തിനൊപ്പം കാണുമ്പോൾ മനുഷ്യ അഭിലാഷത്തിന്റെ സങ്കീർണതകളും ദൈവിക വിധിയുടെ സ്വഭാവവും ഏകത്വവും നാനാത്വവും തമ്മിലുള്ള പരസ്പര ബന്ധവും പരിവേഷണം ചെയ്യുന്നു. ഇരുണ്ടതും രഹസ്യവുമായ നിഗൂഢതകളാൽ സമ്പന്നമായ ഒരു കഥയായി ഇത് മാറുന്നു. വിമതനും അതിമോഹിയുമായ ഒരു നേതാവെന്ന നിലയിലുള്ള നിമ്രോദിന്റെ പങ്ക് ആഖ്യാനത്തിനൊരു നിഴൽമാനം നൽകുന്നു. ഇത് അഹങ്കാരം, സ്വേച്ഛാധിപത്യ, ദൈവിക അധികാരത്തിനെതിരായ ധിക്കാരം എന്നിവയുടെ അപകടങ്ങളെക്കുറിച്ചുള്ള അഗാധമായ മുന്നറിയിപ്പ് കഥയാകുന്നു. ദൈവശാസ്ത്രത്തിന്റെയോ ചരിത്രത്തിന്റെയോ ലെൻസിലൂടെ വീക്ഷിച്ചാലും ബാബേൽ ഗോപുരവും നിമ്രോദിന്റെ പൈതൃകവും അഗാധവും പ്രഹേളികവുമായി നിലകൊള്ളുന്നു. മനുഷ്യരാശിക്ക് കാലാതീതമായ പാഠങ്ങൾ ഇത് നൽകുന്നു.